ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പലാസ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിനെ കുറിച്ചാണ്. ഇത് ഒരു 10 വയസ്സ് മുതൽ ഒരു 11 വയസ്സ് വരെ കുട്ടികൾക്കുള്ള ഒരു അളവ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പിന്നെ അതേപോലെ എലാസ്റ്റിക് വരുന്ന ഭാഗമൊക്കെ എങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക എന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പഴയ അളവിനായിട്ട് ഒരു പഴയ പാൻറ്റിൻ്റെ അളവ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യണത്. അതാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഏത് തയ്യൽ അറിയാത്തവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇനിയും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. എന്നാൽ ശരി, ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ആദ്യം തന്നെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. കോട്ടൻ്റെ മെറ്റീരിയലൊന്നല്ല. നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു 10-11 വയസ്സ് പ്രായമുള്ള കുട്ടിക്കാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇത് ടോപ്പിനും അതേപോലെ പാൻറ്റിനും കൂടെ എടുത്തിട്ടുള്ള ശീലയാണ്. ഇതേപോലെ അളവിനായിട്ട് ഒരു പാൻറ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. ഇങ്ങനെ കട്ട് ചെയ്യണത് നമ്മൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വീഡിയോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് മെഷർമെൻറ്റ്സൊക്കെ ലെങ്ത്തും വിഡ്ത്തൊക്കെ കറക്റ്റായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയിട്ടും കട്ട് ചെയ്യാം. അപ്പോൾ മെഷർമെൻറ്റ്സ് 2 രീതിക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അളവിനുള്ള പാൻറ് ഉപയോഗിച്ചിട്ടും അതേപോലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടും നമുക്ക് കട്ട് ചെയ്യണമെന്ന് നോക്കാം. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു കടലാസ് എടുത്തിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കുക. എന്നിട്ട് ഞാൻ കട്ട് ചെയ്യണ ഭാഗം ഉണ്ടല്ലോ, അത് ഒരു പാൻറ്റിൻ്റെ ഷേപ്പിൽ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഈ കട്ട് ചെയ്യണ ഭാഗത്താണ് ഇതിൻ്റെ ഓപ്പണിങ് ഭാഗം വരിക. ഒന്നുകൂടെ ഡീറ്റെയിൽഡായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണത്. ഇനി ഞാനത് ക്ലോത്തുമേ കട്ട് ചെയ്യണത് കാണിച്ചു തരാം. ഈ ഭാഗത്താണ് സ്റ്റിച്ചിങ് കൂടെ വരിക. ഞാനിവിടെ എടുത്ത മെറ്റീരിയൽ 4ആയി മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കുക. തുണിയുടെ ഈ ഭാഗത്താണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഭാഗത്ത് ഒരു കട്ടിങ്ങും പാടില്ല. ഈ ഭാഗം വരുന്നത് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ ഭാഗവും അതേപോലെ അടി മടക്കിയെടുക്കാനൊക്കെ ഉള്ള ഭാഗമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അളവിനെടുത്ത ഒരു പാൻറ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ ലെങ്ത്തൊക്കെ കറക്റ്റാണോ നോക്കുക, ലെങ്ത്തും വിഡ്ത്തൊക്കെ കറക്റ്റാണോ നോക്കുക. നേരത്തെ എടുത്ത മെറ്റീരിയൽ പാൻറ്റിനും ടോപ്പിനും കൂടെ ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണത് പാൻറ്റാണ്. അപ്പോൾ ടോപ്പിനുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പാൻറ്റിനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ പീസാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കറക്റ്റാണോ നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ലെങ്ത്ത് കറക്റ്റാണ്. പിന്നെ അതേപോലെ അടിയിൽ കുറച്ച് തയ്യൽ തുമ്പുണ്ട്. അങ്ങനെ നോക്കിയിട്ടാണ് ലെങ്ത്ത് കണക്കാക്കേണ്ടത്. ഇനി വിഡ്ത്ത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സൈഡ് കണ്ടാലറിയാം കുറച്ച് വിഡ്ത്ത് കൂടുതലുണ്ട്. അപ്പോൾ ഇനി മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് കട്ട് ചെയ്യണതാണ് ഇനി അടുത്ത് നോക്കേണ്ടത്. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അലാസ്റ്റിക് പെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഐഡിയയാണ്. ഇതേപോലെ അലാസ്റ്റിക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഈ ഭാഗം ഒന്ന് മേലെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് എത്രയാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ഒരു 2 ഇഞ്ച് വരെയാണ് കിട്ടുന്നത്. അപ്പോൾ അലാസ്റ്റിക് വണ്ണം കൂടിയ അലാസ്റ്റിക് ആണെങ്കിൽ ഇതിലേറെ ഫോൾഡ് ചെയ്യേണ്ടി വരും. ഒരു 3 ഇഞ്ച് മേലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. ഇനി നമുക്ക് അലാസ്റ്റിക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യണ വീഡിയോ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2.25 ഇഞ്ച് അളവിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ പാൻറ് ഇതേപോലെ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ഒന്ന് ഇറക്കി വെക്കുക. ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം വരുന്ന മെഷർമെൻ്റ് ഒന്ന് അടയാളപ്പെടുത്താനാണ്.
അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് മെഷർമെൻറ്റ്സ് ഒന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒരു 4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഒന്നുകൂടെ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത് അടയാളപ്പെടുത്തുന്നത് നമുക്ക് നന്നായിട്ട് എലാസ്റ്റിക്കിൻ്റെ ഭാഗം നന്നായിട്ട് ചുരുങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി സീറ്റ് ലെങ്ത്തിൻ്റെ ഭാഗം ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്താൽ മതി. നമ്മൾ അളവ് പാൻറ്റിൻ്റെ ഈ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ അവിടെ 13 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ഇതിൻ്റെ കേർവ് ഷേപ്പിൻ്റെ ആ ഭാഗത്തും കൂടെ ഒന്ന് ജസ്റ്റ് എത്ര ലെങ്ത്തും കൂടെ നോക്കുക. അപ്പോൾ ആ കിട്ടിയ ലെങ്ത്ത് കൂടെ ഈ മെറ്റീരിയലിൽ അടയാളപ്പെടുത്തുക. ലെങ്ത്ത് അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇലാസ്റ്റിക് അളവിനുള്ള ഈ ഇലാസ്റ്റിക്കിൻ്റെ ഈ ഭാഗത്ത് വെച്ച് ഒരിക്കലും അടയാളപ്പെടുത്തരുത്. നമ്മൾ അടയാളപ്പെടുത്തേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എക്സ്ട്രാ ബെൽറ്റിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ഇവിടെ ഒരു 4 ഇഞ്ച് എടുത്തില്ലേ, അപ്പോൾ അവിടുന്ന് എടുത്തിട്ടാണ് നമ്മൾ ലെങ്ത്തായിട്ട് 13 ഇഞ്ച് കൊടുക്കേണ്ടത്. ഇനി ഇതേപോലെ മെറ്റീരിയലിന്മേ ഇതേപോലെ അടയാളപ്പെടുത്തുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അളവ് തുണിമേ ഇതേപോലെ അടയാളപ്പെടുത്തുക. പിന്നെ ആ ഭാഗത്ത് നിന്ന് അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ബോക്സ് ഷേപ്പാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എക്സ്ട്രാ എത്തുമ്പോൾ പിന്നെ അതേപോലെ ഈ കേർവ് ഷേപ്പും ഒരേപോലെ നിൽക്കുന്നുണ്ടോയെന്ന് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി നോക്കുക. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി. ഞാനിത് ബിഗിനേഴ്സിന് വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരികയാണ്. ഇതിൻ്റെ സീറ്റ് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ആവും. ഇനി പാൻറ്റിൻ്റെ അടിഭാഗത്തെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് ഈ ക്രോച്ച് ഏരിയയിൽ നിന്ന് ഒന്ന് കേർവ് ഷേപ്പ് ചെയ്തുകൊണ്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്യുക. തയ്യൽ തുമ്പ് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു, ആ ഭാഗത്ത് കൂടെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ ഞാൻ അടിയിൽ നിന്നാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് സീറ്റ് ലെങ്ത്തിൻ്റെ ആ ഭാഗത്തേക്ക് അഥവാ ക്രോച്ച് ഏരിയൻ്റെ ആ ഭാഗത്തേക്ക് കട്ട് ചെയ്ത് മാറ്റുക. ഇനി മുകൾ ഭാഗം ക്ലിയർ ചെയ്ത് ആ ബെൽറ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് നമ്മൾ ക്രോച്ച് ഏരിയയിലേക്ക് കേർവ് ഷേപ്പ് ചെയ്ത് ഒന്ന് അടയാളപ്പെടുത്തിയിരുന്നു. ആ ഭാഗത്തേക്ക് ഇതേപോലെ നല്ല നീറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ 2 ഭാഗങ്ങൾ തമ്മിൽ ഇതേപോലെ ഈ ഭാഗം തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതേപോലെ ഇതിൻ്റെ മറു സൈഡിലെ ഈ ഭാഗവും തമ്മിൽ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ സിമ്പിളാണ്. കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ വളരെ പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെയാണ് ഈ പാൻറ്റിൻ്റെ പോർഷന് സ്റ്റിച്ച് ചെയ്യണത്. ഇനി അലാസ്റ്റിക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അളവെടുക്കാൻ നമുക്ക് ഒരു ടാപ്പ് നമ്മളെ ബോഡിയിലെ ഹിപ്പ് സൈസിൻ്റെ അളവ് എത്രയെന്ന് നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്നൊരു 3-4 ഇഞ്ച് കുറച്ചെടുത്താൽ മതി അലാസ്റ്റിക് കട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ. അല്ലെങ്കിൽ ഇതേപോലെ പാൻറ്റ് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ 2ആക്കി ഒന്ന് മടക്കി എടുത്തിട്ട് ഒരു എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ കട്ട് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിരുന്നു, അതാണ് എടുത്തത്. അപ്പോൾ കട്ടിങ് വീഡിയോ കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ആ ബെൽറ്റിൻ്റെ ഭാഗത്ത് നിന്നും ക്രോച്ച് ഏരിയ അഥവാ സീറ്റ് ലെങ്ത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇതേപോലെ കേർവ് ഷേപ്പിൽ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് 2 സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി മറ്റേ ഭാഗത്തും ഇതേപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത് വെച്ച് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ക്ലോത്തുകൾ തമ്മിൽ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇത് എലാസ്റ്റിക്കിൻ്റെ ആ ഭാഗത്ത് വരുന്ന തുണിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഞാനിവിടെ കട്ട് ചെയ്യണമൊന്നുമില്ല.
നമ്മൾ എലാസ്റ്റിക് അടിക്കുമ്പോൾ ഈ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി അടിക്കും, അപ്പോൾ അത് കാണില്ല. ഭാഗത്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക, ഈ തുണി വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് മാറ്റുക. ഞാനവിടെ കട്ട് ചെയ്യണമൊന്നുമില്ല, ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ അത് കാണില്ല. ക്രോച്ച് ഏരിയ രണ്ടും അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇനി വേണ്ടത് നമ്മൾ അടിയിലൊന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ അടിയിൽ മടക്കി തയ്ക്കണതിന് മുമ്പായിട്ട് നമ്മൾ ഈ ക്രോച്ച് ഏരിയ കറക്റ്റ് അളവിനല്ലേ നിൽക്കണമെന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കണം. 1 ഇഞ്ച് വീതിക്ക് ഇതിൻ്റെ 2 ഭാഗവും അടിയിലൊന്ന് മടക്കി തയ്ക്കണം. ഇനി ലെങ്ത്ത് അടയാളപ്പെടുത്തിയ പോലെ നമുക്ക് ഈ കാലിൻ്റെ വണ്ണത്തിൻ്റെ ആ ഭാഗത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ക്രോച്ച് ഏരിയ ആ ഭാഗത്ത് നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആണോ നോക്കണം, സെയിം സൈസിലാണോ എന്ന് നോക്കണം. അതിന് ശേഷം മാത്രം ഇതേപോലെ അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് സൈസും കൂടെ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. കറക്റ്റ് സൈസിൽ അതേപോലെ കറക്റ്റ് അളവിലായാൽ മാത്രമേ ഉള്ളൂ നമ്മളെ പാൻറ് ഇടുമ്പോൾ നല്ല നീറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒരു 2 സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. പിന്നെ അതേപോലെ എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക, എന്നാൽ കൂടിയുള്ളൂ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് ബെൽറ്റിൻ്റെ ഭാഗം എലാസ്റ്റിക് വെക്കാനാണ്. അപ്പോൾ എലാസ്റ്റിക് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ആ തുമ്പ് നേരത്തെ തുമ്പ് കണ്ടില്ലേ, ആ ഭാഗം ഉള്ളിലേക്ക് ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നു ആ ഭാഗത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 2 ഇഞ്ചിലായിരുന്നു നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ തുടങ്ങിയ ഭാഗത്ത് നിന്ന് ഇതേപോലെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിട്ട് നമ്മൾ തുടങ്ങിയ ഭാഗത്തിൻ്റെ മുമ്പായിട്ട് ഒന്ന് നിർത്തി വെക്കണം, സൂചി ഒന്ന് നിർത്തി വെക്കണം. എന്നാലുള്ളൂ നമുക്ക് അതിലൂടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഹോളിലൂടെയാണ് എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ക്യാപ്പിലൂടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി എലാസ്റ്റിക് ഇടുന്നതും അതേപോലെ സ്റ്റിച്ച് ചെയ്യണതും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണതൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇതേപോലെ എലാസ്റ്റിക്കമ്മ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ ഈ ഹോളിലൂടെ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുത്തു വരിക, പിന്നെ എടുത്തു വരിക. അങ്ങനെ ഇത് റൗണ്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ എൻഡ് ഭാഗത്ത് എത്തുമ്പോൾ ഇതേപോലെ നമുക്ക് ഈ 2 ഭാഗവും ഒരുമിച്ച് കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് 2-3 സ്റ്റിച്ച് ചെയ്ത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പൊട്ടിപ്പോരാത്ത വിധത്തിൽ ഒരു 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇതേപോലെ ഒരു ക്യാപ്പ് കാണാം. നമ്മൾ നേരത്തെ എലാസ്റ്റിക് ഇട്ടിരുന്ന ക്യാപ്പാണ്. അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എലാസ്റ്റിക്കുമ്പോൾ തട്ടാതെ ശ്രദ്ധിക്കണം. ഈ ടൈമിൽ നൂലൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വെട്ടിക്കളയണത് നല്ലതാണ്. നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നേരത്തെ എടുത്ത എലാസ്റ്റിക്കിൻ്റെ അളവ് സെയിം ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗവും കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം കൂടെ സെയിം ലെങ്ത്ത് അല്ലേന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ എലാസ്റ്റിക്കിൻ്റെ ഭാഗം അതേമാതിരി ക്രോച്ച് ഏരിയ, സീറ്റ് ഏരിയ ഒക്കെ എടുക്കുമ്പോൾ കറക്റ്റ് സൈസിൽ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പലാസ പാൻ്റായിട്ടും അല്ലെങ്കിൽ സാധാ നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന സിഗരറ്റ് പാൻ്റായിട്ടൊക്കെ ഉപയോഗിക്കുക. ലെങ്ത്ത് കൂട്ടിയും കുറച്ചൊക്കെ വേണമെങ്കിൽ എടുക്കുക. അതേപോലെ മെറ്റീരിയലും ഏത് വേണമെങ്കിലും എടുക്കുക. ഇനി ഈ പാൻറ്റിൻ്റെ ഈ ഭാഗം നമുക്ക് റെഡിമെയ്ഡ് പാൻറ്റിൻ്റെ പോലെ നല്ല ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് എലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേപോലെ നല്ല റെഡിമെയ്ഡ് പാൻറ്റ് പോലെ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് റൗണ്ടായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ ഈ ചെയ്യുന്ന രീതിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ
നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഏത് തയ്യൽ അറിയാത്തവർക്കും ഈസി ആയിട്ട് അടിച്ചിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല കറക്റ്റ് സൈസിൽ തന്നെ കിട്ടിയിരിക്കണത്. നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. എന്നാലുള്ളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് തയ്യൽ അറിയാത്തവർക്കും 10 മിനിറ്റ് കൊണ്ട് തന്നെ അടിക്കാൻ പറ്റിയ ഒരു പലാസ പാൻറ്റാണ്. ഈ മെത്തേഡിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും മെഷർമെൻറ്റിൽ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. മെഷർമെൻറ്റ് കറക്റ്റായാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.